ഇഫ്താർ സ്പെഷ്യൽ കോഴിയുടെ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ ബീഫ് ചില്ലിക്ക് വേണ്ടി വേവിച്ചത് എടുത്ത് ഒന്നും കൂടി പീസാക്കി ഒന്നും കൂടി ഇത്തിരി മസാല ചേർത്ത് വേവിച്ചെടുക്കുന്നുണ്ട്. ഇത്തിരി മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്ത് വേവിച്ച് ഇതുപോലെ ഫൈനായിട്ട് ചോപ്പ് ചെയ്ത് എടുക്കുന്നുണ്ട്. ഇതിലെ ഫില്ലിങ്ങിന് വേണ്ട നമ്മൾ ഇത്തിരി സവാള, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, മല്ലിയില, കറിവേപ്പില ഇതെല്ലാം കുഞ്ഞതായിട്ട് അരിഞ്ഞ് ഞാനിവിടെ മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിന് പാൻ അടുപ്പിൽ വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ നമുക്ക് ആദ്യം തന്നെ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി നന്നായി വഴറ്റിയതിന് ശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചി, പിന്നെ നമുക്കതിനകത്തേക്ക് പച്ചമുളകും നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവോളയും കൂടി ചേർത്ത് അതിൻ്റെ പച്ച മണമൊക്കെ മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. സവോള ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് നേരം വഴറ്റണ്ട. അത് ഒന്ന് കടിക്കുന്ന ഒരു പരുവത്തിൽ തന്നെയാണ് അതിൻ്റെ ടേസ്റ്റ്. അതുകൊണ്ട് ഇതിനകത്തേക്ക് കുറച്ച് മസാലയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഉപ്പും കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാല, കുരുമുളക് പൊടി, ഇത്തിരി മീറ്റ് മസാല ഇതെല്ലാം കൂടി ചേർത്ത് നമുക്ക് ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇതിനകത്തേക്ക് ഞാൻ കുറച്ച് മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ മറന്നു പോയതായിരുന്നു. ഇതും കൂടി ചേർത്ത് നമുക്ക് നന്നായി മൂപ്പിച്ച് അതിൻ്റെ നടുക്കിലേക്ക് ഇട്ട് കൊടുത്താൽ നമുക്കത് ഒന്ന് മൂത്ത് കിട്ടും. അതിന് ശേഷം ഞാനത് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്. ഇത് അത്യാവശ്യം വഴന്ന് വന്നിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ അതിനകത്തേക്ക് ഇത്തിരി കറിവേപ്പിലയും മല്ലിയിലയും ചെറുതായിട്ട് അരിഞ്ഞു വെച്ചത് ചേർത്ത് വീണ്ടും ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിവിടെ നമ്മൾ ഫൈനായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ചതച്ച് വെച്ചിട്ടുള്ള ബീഫ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇതും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം നമുക്ക്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇത് നന്നായി ഇളക്കി യോജിപ്പിച്ച് നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമുക്കിതിന് കോട്ടിങ്ങിന് വേണ്ടിയിട്ടുള്ള മാവ് തയ്യാറാക്കാം. അതിന് ഞാനിവിടെ 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. 2 കപ്പ് മൈദയും അതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കുറച്ച് വെള്ളവും കൂടി ചേർത്ത് ഞാനിവിടെ നന്നായിട്ട് കുഴച്ചെടുക്കുന്നുണ്ട്. ഇത് കുഴച്ചെടുത്ത് ഞാനൊരു അരമണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. അപ്പോൾ മാവൊക്കെ നല്ല മയമായിട്ട് വരും. അതിനുശേഷം നമുക്കിത് ബോളായിട്ട് ഉരുട്ടിയെടുക്കാം. ഞാനൊരു ബോളായിട്ടിത് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. അതിനുശേഷം ഞാനിവിടെ ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാനിതെടുത്ത് നമ്മളൊരു പൂരി പരുവത്തിൽ പരത്തി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ് അതിനകത്തേക്ക് ചേർത്ത് ഞാനിതിൽ കാണിക്കുന്ന പോലെ ഫോൾഡ് ചെയ്തെടുക്കാം. ഇങ്ങനെ ഫോൾഡ് ചെയ്ത് അതിൻ്റെ അറ്റം ഇതുപോലെ ഒരു ഡിസൈനായിട്ട് നമുക്ക് മടക്കി കൊടുക്കാം. ഇങ്ങനെ ഞാൻ എല്ലാ ബോൾസും എടുത്ത് ഇതുപോലെ പരത്തി
ഫോൾഡ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇതെല്ലാം ഫോൾഡ് ചെയ്തതിന് ശേഷം വേണം നമുക്കിത് വറുത്തെടുക്കാൻ. അതിന് നമുക്കൊരു അടി കനമുള്ള ചട്ടി അടുപ്പിൽ വെച്ച് നമുക്കതിനകത്തേക്ക് കോക്കനട്ട് ഓയിലോ സൺഫ്ലവർ ഓയിലോ ചേർത്ത് വറുത്ത് കോരിയെടുക്കാം. എല്ലാം ഇതുപോലെ ഡിസൈനാക്കി ഞാനിവിടെ മാറ്റി വെക്കുന്നുണ്ട്. എണ്ണ ചൂടായതിന് ശേഷം നമുക്കിത് ഓരോന്നായിട്ട് വറുത്ത് കോരിയെടുക്കാം. ഇത് ഇഫ്താർ സ്പെഷ്യൽ മാത്രമല്ല, നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇത് ഉണ്ടാക്കി കഴിക്കാവുന്നതാണ്. ബീഫൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഇത് ഒരുപാട് ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.